ശിവഭഗവാനെ നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ, പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സിദ്ധറുകളെ നിങ്ങൾ വിശ്വസിച്ച് തന്നെയാകണം. നമ്മൾ മനുഷ്യരായിട്ട് ജനിച്ചതെല്ലാമേ കർമ്മവിനകളുടെ അടിപ്പടയിലാണ്. അപ്പോൾ ഈ കർമ്മവിനകളെ കുറച്ചു തരാൻ നമ്മളെ സഹായിക്കുന്നത് സിദ്ധറുകളുടെ വഴിപാടുകളാണ്. സിദ്ധറുകൾ എങ്ങനെ അത് നമ്മൾക്ക് ഉപകാരപ്പെടും എന്ന് ചോദിച്ചാൽ, നിങ്ങൾ സിദ്ധറുകൾ എല്ലാം നിറയെ പേര് നമ്മൾ കേരളയെ സംബന്ധിച്ച് നോക്കുമ്പോൾ സിദ്ധറുകളെ പറ്റി അങ്ങനെയൊരു വിശ്വാസങ്ങളോ ആരാധനകളോ കാര്യങ്ങളോ ഇല്ല. ഇപ്പോൾ നമ്മൾ യേശു ക്രിസ്തുവിനെ എടുത്തോ, അദ്ദേഹം ഒരു സിദ്ധരായിരുന്നു. ഈ ഭൂമിയിൽ ജനിച്ച് മറഞ്ഞ ഒരു പുണ്യാത്മാവ്. അതേപോലെ നബി തിരുമേനി, അദ്ദേഹം ഒരു സമാധി നിലയിലാണ് പോയത്. ശ്രീനാരായണ ഗുരു, കൃഷ്ണർ, ശ്രീരാമ ഭഗവാൻ, എല്ലാവരെയും എടുത്തു നോക്കുമ്പോൾ എല്ലാവരുമേ മനുഷ്യരായിട്ട് ഈ ഭൂമിയിൽ ജനിച്ചവരാണ്. ജനിച്ച് അവരുടെ കർമ്മവിനകൾക്ക് അനുസരിച്ച് അനുഭവിച്ച് പോയവരാണ്. അവർക്കെല്ലാം ഈ കഷ്ടങ്ങളും ദുരിതങ്ങളും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടെ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചാൽ, ഈ കർമ്മവിനകൾ നമ്മൾ എടുത്തിട്ട് വന്ന പൂർവ്വജന്മത്തിലെ കർമ്മവിനകൾ അത്രയും നമ്മൾ ഈ ജന്മത്തിൽ അനുഭവിച്ച് തന്നെ ആകണം. എങ്കിൽ മാത്രമേ അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെട്ട് വരാൻ പറ്റുകയുള്ളൂ. അത് എല്ലാവരും ഇപ്പോൾ കൂടുതലും കർമ്മവിനകളെ അവർക്ക് അംഗീകരിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഈ കഷ്ടങ്ങളെല്ലാം അനുഭവിക്കുന്നത്. അതിനാണ് ഈ സിദ്ധറുകളുടെ വഴിപാട് ചെയ്യുന്നത്. സിദ്ധറുകളുടെ വഴിപാടുകൾ എന്ന് പറയുമ്പോൾ, ഈ സിദ്ധറുകൾ എങ്ങനെയുള്ളവരാണെന്ന് ചോദിച്ചാൽ, ഈ ഇയർക്കയോടെ നമ്മുടെ പ്രപഞ്ചത്തിനോട് ചേർന്ന് അതിൻ്റെ നിയമങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നവരാണ് ഈ സിദ്ധറുകൾ. അപ്പോൾ അവരുടെ ജീവിത രീതികളെ നമ്മൾ കണ്ട് മനസ്സിലാക്കി അവരുടെ അനുഗ്രഹത്തോടെ നമ്മൾ ജീവിക്കുമ്പോൾ ഈ കർമ്മവിനകൾ, നമ്മൾക്ക് വരുന്ന കഷ്ടങ്ങളെല്ലാം കർമ്മവിനകളാണെന്നും അത് നമ്മൾ അനുഭവിക്കണമെന്നും അത് ഒരു വഴിപാടിനാലും പരിഹാരത്തിനാലും മാറ്റാൻ പറ്റാത്തതുമാണെന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മൾക്ക് ഉണ്ടാകുന്നു. തുടർന്ന് സിദ്ധറുകളെ പറ്റിയുള്ള വിവരങ്ങൾക്കായി നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ സംസാരിക്കാം. അത് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, വണക്കം.